കഴിഞ്ഞ ഒരു വർഷക്കാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം 7 വർഷക്കാലം ഈ ഗവൺമെന്റ് തുടർന്ന് വന്നിര അവരുടെ ആ നയങ്ങളുടെ പ്രതിഫലനമാണ്. ആ പ്രതിഫലനത്തിന്റെ ഭാഗമായി സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റിന് ഈ 10 വിഷയങ്ങൾ, ഞാൻ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഞാൻ പറയുന്നു, മാർക്ക് കൊടുത്താൽ, നമുക്കിപ്പം ഞങ്ങളൊക്കെ SSLC പാസ്സാകുന്ന ഈ ഇരിക്കുന്ന പാനലിസ്റ്റുകൾ ബഹുഭൂരിപക്ഷം അതെ, അന്ന് 210 മാർക്കാണ്. അപ്പോൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ആളുകളും പലരും ബഹുഭൂരിപക്ഷവും 210 മാർക്കിൽ വിജയിക്കുന്ന ഒരു കാലഘട്ടമാണ്. 300 മാർക്ക് വേണം സെക്കൻഡ് ക്ലാസ് കിട്ടാനായിട്ട്. ഈ ഗവൺമെന്റിനെ ഈ 10 കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഗവൺമെന്റ് ഇനിയിപ്പോ ഒരു പരാജയപ്പെട്ടു എന്ന് വേണ്ട, ഒരു 210 മാർക്ക്, അതായത് 10ൽ 4 മാർക്ക് ഒരു മിനിമം മാർക്കിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു മാർക്കും ഈ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 20+1 21 മന്ത്രിമാരിൽ മുമ്പൊക്കെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആരായെന്ന് ചോദിച്ചാൽ ശിവദാസ മേനോൻ. ഉറക്കത്തിൽ ആളുകൾ പറയും ധനകാര്യമന്ത്രി ഉമ്മൻചാണ്ടി, ആളുകൾ ഉറക്കത്തിൽ പറയും. വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? വൈദ്യുതി വകുപ്പ് മന്ത്രിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം ചാടി ആര്യാടൻ മുഹമ്മദ്, AK ബാലൻ, അല്ലെ കാർത്തികേയൻ. ഞാൻ ചോദിക്കുന്ന ഈ പാനലിസ്റ്റുകൾ, ഞാൻ ഉൾപ്പെടെ കേരളത്തിലെ 20 മന്ത്രിമാരും അവരുടെ വകുപ്പുകളും എത്രയെന്ന് ഇവിടെ അനിൽ നമ്പ്യാരെ ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചോ? അറിയത്തില്ല. കാരണം അങ്ങനെയുള്ള ആളുകളാണ് കേരളത്തിലെ മന്ത്രിമാരായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നു, ഒന്നാം നിര നേതാക്കളെയും കൊള്ളാവുന്ന ആളുകളെയും മുഴുവൻ പാണ്ഡ്യാല ഷാജി പറഞ്ഞ പോലെ സ്തുതിപാഠകരെ മാത്രം വെച്ചുകൊണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തി. കഴിഞ്ഞ ഗവൺമെന്റിൽ പ്രഗത്ഭരായതുകൊണ്ട് നേട്ടമുണ്ട് കേട്ടോ. എങ്ങനെ? അല്ല, സ്തുതി പാടിയതുകൊണ്ട് നേട്ടമുണ്ട്. വാസവനെ തുറമുഖ വകുപ്പ് കിട്ടി. ആ പാവപ്പെട്ട കടന്നപ്പള്ളിക്ക് പുരാവസ്തു അതിന്ന് ചെറിയാൻ ഫിലിപ്പ് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ കടന്നപ്പള്ളി കാര്യം CPM സഹയാത്രികനാണെങ്കിലും പണ്ട് AK ഗോപാലിനെ തോപ്പിച്ച് അന്ന് പാർലമെന്റിലേക്ക് എത്തിയ അന്നത്തെ 26-കാരൻ അദ്ദേഹം സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരൻ. ഗോപാലനല്ല, EK നായനാരെ പരാജയപ്പെടുത്തി വന്ന. അപ്പം അദ്ദേഹം സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം അതുകൊണ്ട് ആ ഒരു ഇപ്പോഴത്തെ ഒരു മാതൃക ഇടതുപക്ഷക്കാരൻ അദ്ദേഹമാണ്. അപ്പൊ നയനാരെ പരാജയപ്പെടുത്തി വന്ന ആ സത്യസന്ധത നിലനിൽക്കുന്ന ആൾക്ക്, പക്ഷെ സത്യസന്ധനായ ഒരാളെ തുറമുഖ വകുപ്പ് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ അദാനിയുമായിട്ടുള്ള ചില കച്ചവടങ്ങളൊക്കെ നടക്കുന്നുവെന്ന് പിന്നാമ്പുറങ്ങളിൽ ചെറിയാൻ ഫിലിപ്പിനെ പോലെ പരിണിതപ്രജ്ഞരായ ആളുകൾ പറയുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നു, ഈ ഗവൺമെന്റ് ശരാശരിയിൽ പോലും ഈ ഗവൺമെന്റ് എത്തിയിട്ടില്ല എന്നുള്ള ആ ഒരു ദുരന്തമാണ്, ദുര്യോഗമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ 5 വർഷക്കാലം, 2.5 വർഷക്കാലം കഴിഞ്ഞതും ഇനി വരാൻ പോകുന്ന 5 വർഷം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ട്രാൻസ്പോർട്ട് വകുപ്പിൽ കൊടിയ അഴിമതി നടക്കുന്നുവെന്ന് വേറെ ആരുമല്ലല്ലോ പറഞ്ഞത്. ഇന്നലെ പുറത്തിറങ്ങിയ മന്ത്രിയുടെ പകരമായി ഇന്ന് വന്ന മന്ത്രി, ആ മന്ത്രി കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു കൊടിയ അഴിമതിയാണ്. ഇപ്പോഴും സ്പെയർ പാർട്സ് വാങ്ങുന്നതിലും ഷാസി വാങ്ങുന്നതിലും പ്രാദേശികമായ കരാറുകൾ കൊടുക്കുന്നതിലും ഒക്കെ ഇപ്പോഴും അഴിമതി നടക്കുന്നു എന്ന് ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ കുറിച്ചാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് ഈ മന്ത്രിസഭയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? അപ്പോ ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 1 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരു പാസ് മാർക്കിന് അപ്പുറത്തേക്ക് ഈ ഗവൺമെന്റിന് ഒരു മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ആദ്യ ഫേസിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.